ഏറ്റവും വില കൂടിയ കിരീടം എക്സിബിഷന് വെച്ചിരിക്കുന്നത്. ഫുർഫുറി നഗരത്തിൽ ഈ എക്സിബിഷൻ വരുന്നത് നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം കാണാൻ വേണ്ടിയാണ്. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോണം, തീർച്ചയായും പോണം. പക്ഷെ അത് കിരീടം കാണാനല്ല, തട്ടിക്കൊണ്ടുവരാൻ. കൊള്ളാം ബോസ്, കൊള്ളാം. കവിതയൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമില്ല. നമ്മൾ ഏത് എക്സിബിഷനിൽ പോയി മോഷണം നടത്തിയാലും മോട്ടു പത്രു വന്ന് നമ്മളെ പിടിക്കുന്നുണ്ടല്ലോ. ഇത്തവണത്തേക്ക് നമുക്ക് സാധാരണ ജനങ്ങളെ പോലെ അവിടെ പോയി എൻജോയ് ചെയ്താലോ ബോസ്? എന്തു പറയുന്നു? അതെ ബോസ്, അതെ. ഞങ്ങൾ എന്നൊന്നും പോപ്കോണും വാങ്ങിക്കൊണ്ട് ശരിക്കും അടിച്ചു പൊളിക്കും. വായി തോന്നിയതൊന്നും വിളിച്ചു പറയണ്ട. നമ്മളത്ര സാധാരണക്കാരൊന്നുമല്ല, നമ്മള് കള്ളന്മാരാ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. പക്ഷേ അവിടെ മോട്ടു പത്രവും വരുമല്ലോ, അവരെ എന്തു ചെയ്യും ബോസ്? ഇത്തവണ നമ്മളായിരിക്കില്ല മോഷ്ടിക്കുന്നത്. എന്റെ ബുദ്ധിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉദിച്ചു വരുന്നുണ്ട്. നല്ലൊരു പ്ലാൻ ഉണ്ട്. നമ്മള് പത്രുവിനെ കിഡ്നാപ്പ് ചെയ്യുന്നു, എന്നിട്ട് മോട്ടുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് മോഷ്ടിപ്പിക്കുന്നു. പക്ഷേ ബോസ്, ഈ ഐഡിയ നടപ്പിലാക്കാൻ പറ്റുമോ? ഞാൻ കിഡ്നാപ്പിങ്ങിന് എക്സ്പേർട്ട് ആണ്. വരൂ, കിഡ്നാപ്പിങ്ങിനുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കൂ. ഞങ്ങള് നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് മോട്ടുവിനെ തലക്കിട്ടത് കൊടുത്ത് അവരെ ബോധരഹിതനാക്കിയത്. എന്ത്? നീ എന്റെ മോട്ടുവിന്റെ തലയിൽ വടി കൊണ്ട് അടിച്ചെന്നോ? ബോസ് ബോസ്, ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതാ നല്ലതെന്ന് തോന്നുന്നു. എടാ, ഓടാനെങ്ങാനും നോക്കിയാലുണ്ടല്ലോ. എങ്ങോട്ടാടാ പോകുന്നേ? എന്താണ് ചെയ്തത് മതിലൂതി? എന്താണ് ചെയ്തത്? ഞങ്ങൾ നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നതാ, എന്നിട്ട് നീ ഞങ്ങൾക്ക് ഇടിക്കുവാണോ? എന്താ വിധം? നിനക്ക് എങ്ങനെ ധൈര്യം വന്നോടാ എന്റെ കൂട്ടുകാരനെ തല്ലാനായിട്ട്? മോട്ടു, എന്ത് പറ്റി? ഒന്നുമില്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പത്തില് വരെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. അവന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നീ മര്യാദക്ക് ഞങ്ങളുടെ മുമ്പിൽ എത്തണം. എന്താ ജോൺ, ഞാൻ 3 വരെ എണ്ണും. അപ്പോഴത്തേക്ക് നീ എനിക്ക് 10 വിട്ടു തന്നില്ലെങ്കിൽ ഞാൻ തല്ലി തല്ലി നിനക്ക് പോലും നിന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത പരുവത്തിലാക്കും. ഈ മോട്ടുവിന്റെ കൗണ്ടിങ് സ്റ്റാർട്ട്. 3. എന്നെ അടിക്കരുത്. വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. മോട്ടു, വേണ്ട, അടിക്കരുത്. അങ്ങോട്ട് നോക്കൂ, അവിടെ നിന്റെ പതിലു ബോംബുകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. എന്റെ നമ്പർ 2 അവിടെ നിൽക്കുന്നുണ്ട്. ഇനി നീ എന്നെ അടിക്കുകയാണെങ്കിൽ ആ ബോംബ് ഞാനങ്ങ് പൊട്ടിക്കും. എന്റെ കൂട്ടുകാരനെ ഒന്നും ചെയ്യരുത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ കേൾക്കാം. നിനക്ക് 10 വരെ രക്ഷിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. എക്സിബിഷന്റെ സ്ഥലത്ത് നീ ഒരു കിരീടം മോഷ്ടിക്കണം. ഞാൻ കള്ളന്മാരെ പിടിക്കാറേ ഉള്ളൂ, കക്കാൻ പോവാറില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം. നിന്റെ കൂട്ടുകാരന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഞാൻ പറയുന്നതല്ല, നീ അനുസരിച്ചേ മതിയാകൂ. ജോണെ, നീ പറഞ്ഞു ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ 10 രക്ഷിക്കാൻ എന്ത് വേണേലും ചെയ്യും. നോക്ക്, നീ ഇങ്ങനെ ഒരു ശിലയായി നിൽക്കണം. നിനക്ക് നല്ലൊരു സന്ദർഭം കിട്ടുമ്പോൾ നീ പോയി മോഷ്ടിക്കണം. ആദ്യം ഞാനിതൊന്ന് ചെക്ക് ചെയ്യട്ടെ, ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ശക്തിയുള്ളതാണോ? മതിയാക്ക്, അല്ലെങ്കിൽ നീ ഇനി 10 ഒരിക്കലും കാണില്ല. ഇത് ജോണാ പറയുന്നത്. ജോൺ, ചിങ്കം സാർ, ഈ മോട്ടു പത്രു എവിടെയാണ്? രാവിലെ തൊട്ട് അവരെ യാതൊരു വിവരവും ഇല്ലല്ലോ. ഞാനും അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു അവർക്ക് ഇവിടുത്തെ സെക്യൂരിറ്റി ജോലി കൊടുത്തേക്കാമെന്ന്. പക്ഷെ അവര് രണ്ടാളും കാണാതായിരിക്കാണ്. പോയി 2 പേരുടെ ഫോണും സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. പിന്നെ ആരോ തുമ്മിയല്ലോ. പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ആരാ തുമ്മിയത്? ഓ തേനീച്ചേ, എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ആരാണ് നീ? ആരാണ് നീ എന്ന് ഈ ഹുസ് ഹൂർ എന്നൊക്കെ ആരാണ് പറഞ്ഞത്? നീ നിന്റെ ജോലി നോക്കൂ. പ്രതിമകളാകുമ്പോ ഉസ്സുർ എന്നൊക്കെ ശബ്ദമുണ്ടാക്കും. നേരെ നോക്കണ. സോറി, വെരി സോറി.
ഈ രാജാവിന് പെട്ടെന്ന് ദേഷ്യം വന്നല്ലോ. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ എന്റെ ജോലി മാത്രം നോക്കിയാ പോരെ. ആ പൊളിച്ചെടുത്തല്ലോ. രാജാവ് പറഞ്ഞെന്നോ? പക്ഷെ ശില്പങ്ങൾ എങ്ങനെ സംസാരിക്കാ? അതന്നെ ഞാനും ആലോചിക്കുന്നത്. ശില്പങ്ങൾ എങ്ങനെ സംസാരിക്കാ? എന്റെ അമ്മോ, പിന്നെ എങ്ങനെ ഈ ശില്പം സംസാരിച്ചു? ഇതിന് മാത്രം മറുപടി ഇല്ല. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. വേണ്ട വേണ്ട പ്ലീസ്, വേണ്ട വേണ്ട, ദൂരെ പോയലി. ശില്പം തുമ്മി. ശില്പം ഇപ്പൊ തുമ്മി. എങ്ങനെ 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 എങ്ങനെ? എടോ, പ്രതിമകളൊന്നും തുള്ളാറില്ല. നീ പ്രതിമകളെ ചോദ്യം ചെയ്യാൻ വന്നോ അതോ രാജാവിന്റെ കിരീടം രക്ഷിക്കാൻ വന്നതാണോ? എടോ, നിന്റെ ജോലിയിൽ ഫോക്കസ് ചെയ്യൂ. ഓ സോറി സർ, ഞാൻ രാജാവിന്റെ കിരീടം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വെരി സോറി. രാജാവ് പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ എന്റെ ജോലിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓ എന്റെ ചിങ്കം സാറെ, ഒരു ശില്പം എങ്ങനെയാണ് സംസാരിക്കുന്നത് അതാലോചിക്ക്. എന്റെ അമ്മോ, വീണ്ടും എന്നെ പറ്റിച്ചോ? എന്തോ കുഴപ്പമുണ്ട്. ഇതിനെ സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഓടിക്കോ. എല്ലാവരും പുറത്തേക്ക് പോകണം. എന്റെ അമ്മോ, എന്റെ പാന്റിനകത്ത് എലിയുണ്ട്. എലി 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 എലി. ഇന്നത്തെ എക്സിബിഷൻ ഇവിടെ കഴിഞ്ഞു. നാളെ വാ. എന്താ ഉണ്ടായത്? എന്റെ അമ്മോ, കിരീടം മോഷണം പോയല്ലോ. ഹലോ, ഓക്കെ ഓക്കെ, ശരി ശരി. ഇന്ന് രത്നം പതിച്ച കിരീടം ഇനി എന്റെ കൂട്ടുകാരൻ പത്ലുവിന് വിട്ടുതരൂ. ഹാൻഡ്സ് അപ്പ് ജോൺ. ഇന്നത്തോടെ നിന്റെ കളി തീർന്നിരിക്കുന്നു. മോട്ടു കിരീടം മോഷ്ടിച്ചു. പക്ഷെ അവൻ എനിക്ക് ഫോൺ ചെയ്ത് വിവരം അറിയിക്കുകയും ചെയ്തു. താങ്ക് യു മോട്ടു. ആവശ്യമില്ലാത്ത കാര്യത്തില് ഇടപെടരുത് ചിങ്കം സാറേ. പത്ലവിന്റെ വയറ്റിൽ കണ്ടിരിക്കുന്ന ബോംബ് എന്നെ കൊണ്ട് പൊട്ടിപ്പിക്കരുത്. എന്റെ നമ്പർ 2 കയ്യില് അതിന്റെ റിമോട്ടും ഉണ്ട്. എനിക്കൊരു റിമോട്ടിനും പേടിയില്ല. ഡ്യൂട്ടി ഫാസ്റ്റ്. യു ആർ അണ്ടർ അറസ്റ്റ്. ദേ കണ്ടോ? മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. പല തവണ എന്നെ ജയിലിലേക്ക് ഭയച്ചിട്ടുണ്ട്. എന്നെ നിങ്ങൾ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെ ഞാൻ മുകളിലേക്ക് അയക്കാൻ പോവുക. എന്നിട്ട് ഞാൻ സമാധാനത്തോടെ ജീവിച്ച് കാണിക്കും. നിനക്ക് നിന്റെ സുഹൃത്തിനെ രക്ഷിക്കണമെങ്കിൽ അവനുമായിട്ട് അടിയുണ്ടാക്ക്. 1 2 3. ഞാൻ തോറ്റിരിക്കുന്നു. എന്നെ പൊട്ടിച്ചോളൂ, പക്ഷെ പത്ലുവിനെ വിട്ടേക്കൂ. വേണ്ട, ഞാനാ തോറ്റത്. കണ്ടില്ല, എനിക്ക് എണീക്കാൻ പോലും വയ്യ. മോട്ടോനെ വിട്, എന്നിട്ട് എന്നെ പറപ്പിക്ക. നിങ്ങൾ ഒരുത്തൻ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ഓ, ഇതുപോലത്തെ ഒരു സൗഹൃദം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇന്ന് മോട്ടുവിനെയും പത്ലുവിനെയും ഞാൻ വേർപിരിച്ചില്ലെങ്കിൽ എന്റെ പേര് ജോൺ എന്നല്ല. നീ ജയിക്കില്ലല്ലേ മോട്ടു? നന്നായി കേട്ടോ, ആരാണ് ജയിക്കുന്നത് അവരെ ആയിരിക്കും ഞാൻ മുകളിലേക്ക് അയക്കാൻ പോകുന്നത്. Start the fight. തോൽവി സമ്മതിക്കൂ പ്ലീസ്. ഇല്ല മോട്ടു, നീ തോൽവി സമ്മതിക്ക. ഇന്ന് ഞാൻ നിന്നെ ഒരു കാരണവശാലും ജയിക്കാൻ സമ്മതിക്കില്ല. മോട്ടു പത്ലുവിനെ പോലെ ഒരു അടിപൊളി ജോഡി വേറെ ആരും ഉണ്ടാവില്ല. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനൊരു ജോഡിനെ കണ്ടിട്ടേ ഇല്ല. കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ബോംബില് പൊട്ടിത്തെറിക്കാൻ പോലും തയ്യാറാണ് അവര്.
ഇതാദ്യമായിട്ടാണ് മോട്ടുവിനെ പത്തിലുവിനെ ഞാൻ ഇങ്ങനെ കാണുന്നത്. എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇതിലാരാണ് ജയിക്കുന്നത്, ആരാണ് തോൽക്കുന്നതെന്ന് കാണാം. പത്തുലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യൂ. നമ്മൾ എത്ര നേരം വെച്ചാ ഇങ്ങനെ തല്ലുകൂടിക്കൊണ്ട് നിൽക്കുക. ഐഡിയ. നമ്പർ 2 റിമോട്ടിന്റെ ബട്ടൺ അമർത്തിക്കോളൂ. ജോണും ഞങ്ങളുടെ കൂടെ പൊട്ടിത്തെറിക്കട്ടെ. പത്തം പറ്റേത് വേണ്ട, അവൻ റിമോട്ടിന്റെ ബട്ടണിൽ അമർത്തിയെടുത്തടാ മണ്ട. എന്നെ ഇവൻ അടിക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എന്നെ വെറുതെ വിട്. ഞാൻ തോറ്റു. എനിക്ക് വയ്യ. ഈ ബോട്ട് വരെ 10 വരെ വേർപിരിക്കാൻ എനിക്ക് ആവില്ല. ചിങ്കം സാറേ, എന്നെ രക്ഷിക്കൂ. എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകൂ. എന്റെ അമ്മോ, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ഐ എം സോറി. മോട്ടു പത്ലൂന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. നഗർവാസികളെ, ഇന്ന് ബ്രേവറി കോമ്പറ്റീഷൻ ആണ്. അതായത് ധൈര്യശാലികളുടെ മത്സരം. നമുക്കിന്ന് കാണാം ഫുർഫുരി നഗരത്തിലെ ഏറ്റവും ഭയങ്കര ധൈര്യശാലി ആരാണെന്ന്. നിങ്ങൾ എല്ലാരും തയ്യാറല്ലേ? ഓക്കെ, ഇതാ ആദ്യത്തെ മത്സരം. ആ കാണുന്ന മലയുടെ മുകളിലേക്ക് കയറ് പിടിച്ച് കയറേണ്ടി വരും. ഞാനും മേയർ സാറും എല്ലാവരും നിരീക്ഷിക്കും. ആരും കള്ളത്തരം കാണിക്കാൻ പാടില്ലല്ലോ. ചിങ്കം സാറ്, നിങ്ങൾ ഈ പരിപാടിയിലൊന്നും പങ്കെടുക്കുന്നില്ലേ? ഞാനിതിൽ പങ്കെടുത്താൽ നിങ്ങൾ എല്ലാവരും തോറ്റുപോകും. ഈ ലോകത്തിന് തന്നെ അറിയാം ചിങ്കത്തിനേക്കാൾ ധൈര്യം ഇവിടെ ആർക്കും ഇല്ലെന്ന്. ഓക്കെ, ആദ്യം നിങ്ങൾ ഈ മല കയറിക്കോളൂ. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ആൻഡ് ഗോ. ഇങ്ങോട്ട് താ, ഞാൻ അറിയാം. നിന്നെ കൊണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. Thank you, പത്തുലു. നീ ഒരു പ്രൊഫഷണൽ ക്ലൈംബറെ പോലെ തന്നെയാണ് കയറ് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. പൊളിച്ചെടുത്തല്ലോ. മോട്ടു പത്ലു, നിങ്ങൾ എപ്പോഴും താഴെയാണോ നിക്കുന്നേ? അവർക്ക് മര്യാദക്ക് കയറെറിയാൻ പോലും അറിയുന്നില്ല. ഓ എന്റെ ചങ്കുകളെ, ആ മോട്ടുവിനെ സമൂസ കഴിക്കാതെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. കൊള്ളാം മോട്ടു പത്ലു, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് മുകളിലേക്ക് വന്നത്? ഇതിനുവേണ്ടി എന്ത് ടെക്നിക്കാണ് ഉപയോഗിച്ചത്? ഇതിനാണ് ടൈഗർ ടെക്നിക് എന്ന് പറയുന്നത്. ടൈഗർ ടെക്നിക്? ഞാൻ ഇത്തരം ടെക്നിക്കിനെ കുറിച്ച് ഇതുവരെ കേട്ടിട്ട് പോലില്ല. കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ടെക്നിക്ക് ഞാൻ നിങ്ങളുടെ തന്നെ കേട്ട് പഠിച്ചോളാം. ഈ കോമ്പറ്റീഷന്റെ 2ാം ഭാഗമാണ് വിരണ്ട കാളയുടെ മുകളിൽ കയറിയുള്ള സവാരി. നിങ്ങളെല്ലാവരും 2 പേര് വെച്ചൊരു ടീം തയ്യാറാക്കി ഏതെങ്കിലും ഒരു കാളയെ മെരുക്കി അതിന്റെ പുറകെ സവാരി ചെയ്യണം. പൊളിച്ചെടുത്തല്ലോ. ഈ കാളെ കാണാൻ തന്നെ ഭയങ്കരമായിട്ടുണ്ട്. ഓ എന്റെ ഗസീട്ടെ, നീ അതിനെ കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാനൊരു പ്രത്യേക സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതിന്റെ ദേഹത്തടിച്ചാൽ ഇത് സാധാരണ പശുവായി മാറും. അതിനുശേഷം നമ്മൾ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യും. പത്തുലു, വരൂ, നമുക്ക് അതിന്റെ പുറത്ത് കയറിയിരിക്കാം. മോട്ടു, എനിക്ക് തോന്നുന്നത് നിന്റെ ചുവന്ന ഷർട്ട് കണ്ടിട്ട് അതിന് ദേഷ്യം വരുന്നുണ്ടെന്നാ. വേണ്ട, ഓടിക്കോ.
അത് നോക്ക് മോട്ടു പത്തലിനെയും. ചായക്കടക്കാരാ, ഞാൻ ഈ കാളയുടെ പുറത്ത് സവാരി ചെയ്യും. വെരി ഗുഡ് മോട്ടു പത്ലു, നിങ്ങൾ ഭയങ്കരന്മാര് തന്നെയാണ്. ഇപ്പൊ എല്ലാവരും ആൾ താമസമില്ലാത്തൊരു ബംഗ്ലാവിലേക്ക് പോയി. പിന്നെ അവിടെ ഹോളിൽ വെച്ചിരിക്കുന്ന ട്രോഫി എടുത്തോണ്ട് വരേണ്ടതാണ്. പക്ഷേ അവിടേക്ക് അർദ്ധരാത്രിക്ക് വേണം പോകാൻ, അല്ലാതെ ഇപ്പോഴല്ല. എന്റെ അമ്മോ, എനിക്ക് ഭൂതെന്ന് വെച്ച ഭയങ്കര പേടിയാണ്. ചിങ്കം സാർ, സത്യത്തിൽ ഭൂതവും പ്രേതങ്ങളൊന്നും ഇല്ല. ഞാൻ ഇതിന് മുമ്പൊരിക്കൽ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് നിങ്ങളെ ഭൂതമാക്കി മറ്റെല്ലാവരെയും പേടിപ്പിക്കാം. അപ്പൊ നമുക്ക് ഇന്ന് അറിയാൻ പറ്റും ആരാണ് ഭയങ്കര ധൈര്യശാലിയെന്നും ഭൂതത്തെ കണ്ടാൽ പോലും പേടിക്കാത്തവൻ ആരാണെന്നും. ഞാൻ അവന്മാരെ ശരിക്കും പേടിപ്പിച്ചോളാം. സാറ് കണ്ടോ? വെരി ഗുഡ് ചിങ്കം സാർ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. വേണ്ട സഹായങ്ങളും ചെയ്യാം. എന്നാ ഭൂതത്തിന്റെ ഡ്രസ്, എന്നിട്ട് ബംഗ്ലാവിൽ ഒളിച്ചിരിക്കൂ. ഞാൻ പോയിട്ട് പിന്നെ വരാം. അങ്ങോട്ട് നോക്കി എല്ലാവരും വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ ബംഗ്ലാവിനകത്തേക്ക് പോയി ഗോൾഡൻ ട്രോഫി എവിടെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരണം. അതിനുശേഷം ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സൂക്ഷിച്ചു പോണം. ഈ ബംഗ്ലാവ് ഭയങ്കര അപകടം പിടിച്ചതാണ്. പലരും പറയാറുണ്ട് ഇവിടെ രാത്രിയിൽ ഭൂതങ്ങൾ ഇറങ്ങാറുണ്ടെന്ന്. അതെ അതെ, ഈ കാര്യം ഞാനും കേട്ടിട്ടുണ്ട്. പേടിക്കാതിരിക്കെ, ഞാനിവിടെ ഉള്ളപ്പോ ഒരു ഭൂതവും നിങ്ങളെ പിടിക്കില്ല. ഇന്ന് കണ്ടുപിടിക്കാൻ ആർക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടെന്ന്. ഓക്കേ, ഓൾ ദ ബെസ്റ്റ്. പോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ ഒരു ഭൂതത്തിനെ കണ്ടിട്ടേ തന്നെയാ. ഭൂതം എന്ന് പറഞ്ഞത് വെറും നുണയാണെന്നേ. പൊളിച്ചെടുത്തല്ലോ. ഭൂതമെന്നൊന്നില്ലാന്ന് ബാക്കിയുള്ള ആൾക്കാരാണ് പറയുന്നത്, അല്ലാതെ ഞാനല്ലോ പറഞ്ഞ. ഓ ഗസീട്ട, നീ ഇങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നും അല്ലെങ്കിൽ ഞാനൊരു സയന്റിസ്റ്റ് അല്ലേ. സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂതങ്ങളൊന്നും ഇല്ലെന്നാണ്, അല്ലേ? പക്ഷെ നീ എന്താണ് ഇപ്പൊ പറയുന്നത്? എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം. ഇയാളുടെ കാര്യം തീരുമാനമായി. താൻ എന്ത് പറയുന്നു കസിറ്റാറാം? പൊളിച്ചെടുത്തല്ല. ഭൂതത്തിന് എന്റെ പേരും അറിയാമല്ലോ. എനിക്കിപ്പൊ നല്ല മനസ്സിലായി ഭൂതമുണ്ടെന്ന്. മമ്മി, ഇനി അടുത്തവന്റെ ഊഴം. ഇതെന്താ ഇവരെങ്ങനെയാ ബോധം കെട്ടത്? ഹലോ വലിയേട്ടാ, ഹലോ. ഗസീറ്റാറാം, ഹലോ, എഴുന്നേൽക്ക്. എഴുന്നേൽക്ക്. എന്റെ വലിയേട്ടാ എന്താ പറ്റിയത്? നിങ്ങൾ എങ്ങനെയാ ബോധം കെട്ട് വീണത്? ഇവരിവിടെ എങ്ങാനും കിടക്കട്ടെ, നമുക്ക് പോയി ട്രോഫി അന്വേഷിക്കാം. അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും, അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും ഭൂതപ്രേതത്തു നിന്നും. എന്തിനാ വെറുതെ പേടിക്കുന്നത്? ഞാനിവിടെ ഇല്ലേ?
കണ്ടില്ലേ ഞാൻ ഭൂതത്തിനെ എങ്ങനെയാണ് അടിച്ചതെന്ന്? ഭൂതത്തിനെ അടിച്ചതോ? ഭൂതത്തിനെയോ? ദേ നോക്ക്, അത് പറന്നിട്ട് ഇങ്ങോട്ടാ വരുന്നേ. എന്ത്? അതിന്റെ അർത്ഥം ശരിക്കും ഭൂതമുണ്ടെന്നാണോ? അയ്യോ അയ്യോ, എണീക്കെന്റെ ബോക്സർ ചേട്ടാ, നിങ്ങൾ കൂടി ഇല്ലെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്ക് എന്താ ചെയ്യും? എനിക്ക് തോന്നുന്നത് ബോധം കെടുത്തതാ നല്ലതല്ല. 2 വിക്കറ്റ് വീണു. ഇനി മോട്ടു പത്ലുവിന്റെ ഊഴം. അല്ല, ഇവരും ബോധം കെട്ടല്ലോ. എന്തോ പ്രശ്നമുണ്ടപ്പം. പ്രശ്നങ്ങളൊന്നുമില്ല, സൂക്ഷിച്ചു പോയാ മതി. 4 ഭാഗത്തും കണ്ണു വേണം. അല്ല, ഇതെന്തോ കരിയോയിലാ. ഇതെവിടെ നമ്മൾ എത്തിയത്? വേണ്ട. എന്റെ അമ്മ, ഭൂതം, ഭൂതം! അയ്യോ, അതൊരു ഭൂതമായിരുന്നേ. ഭൂതമാണെങ്കി അങ്ങനെ പേടിച്ചോടില്ല. വാ, പുറകെ പോകാം. ആഹാ, എന്തൊക്കെ പ്രശ്നങ്ങളാ. എന്റെ അമ്മ, എന്തു പറ്റി? എന്താണ് ഇത്ര പേടിച്ചിരിക്കുന്നത്? ഭൂതം, ഭൂതം, ശരിക്കില്ല ഭൂതം, കറുത്ത ഭൂതം, കറുത്ത ഭൂതം. ഭൂതവും പ്രേതവും ഒന്നും ഇവിടെ സത്യത്തിൽ ഇല്ല. നമ്മൾ ആളുകളെ പേടിപ്പിക്കാൻ ഇറങ്ങിയിട്ട് ഇപ്പോ സ്വയം പേടിക്കുകയാണോ? ഭൂതം, അങ്ങോട്ട് നോക്ക്, വെളുത്ത ഭൂതം, ഭൂതം. മേയറിന്റെ കൂടെ ഭൂതമായിട്ട് വന്നത് ചിങ്കം സാർ ആയിരിക്കും. നമ്മളെ പേടിപ്പിക്കാൻ നോക്കിയതാ. സാറേ, ഇതാ നിങ്ങളുടെ ട്രോഫി. ഇത് ഞങ്ങളുടേതല്ല, നിങ്ങൾ രണ്ടുപേരുടെയും ട്രോഫിയാണ്. നിങ്ങൾ രണ്ടുപേരുമാണ് ഇതിന്റെ ശരിക്കുള്ള അവകാശികൾ. നിങ്ങൾ ശരിക്കും ഞങ്ങളെ തന്നെ പേടിപ്പിച്ചു കളഞ്ഞു. ഏ മോട്ടു പത്ലു, നിങ്ങളാണ് നമ്മുടെ ഫുർഫുര നഗരത്തിലെ ഏറ്റവും വലിയ ധൈര്യശാലികൾ. കൺഗ്രാറ്റുലേഷൻസ്.